ഉത്തര കൊറിയയുടെ അധികാര ശ്രേണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നെന്ന വാർത്തകൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കിം കുടുംബത്തിലെ 4ാം തലമുറ ഭരണാധികാരിയായി കിം ജോങ് ഉന്നിന്റെ കൗമാരക്കാരിയായ മകൾ കിം ജു ആയി എത്തുമെന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദക്ഷിണ കൊറിയ രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസ് നൽകുന്ന സൂചനകൾ പ്രകാരം ജു ആയി കേവലം ഒരു പരിശീലന ഘട്ടത്തിൽ നിന്നും മാറി ഔദ്യോഗിക പിൻഗാമി പ്രഖ്യാപനത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ പുറത്തുവന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തര കൊറിയയിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ വേദികളിലൊന്നായ 9ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച മകളുടെ സ്ഥാനാരോഹണം സംബന്ധിച്ച നിർണായക നീക്കങ്ങൾ ഉണ്ടായേക്കും. വരാനിരിക്കുന്ന 5 വർഷത്തേക്കുള്ള വിദേശ നയവും ആണവ പദ്ധതികളും തീരുമാനിക്കുന്ന ഈ സമ്മേളനത്തിൽ ജു ആയി സജീവ സാന്നിധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കിം ജു ആയി പിതാവിനൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ മുമ്പത്തേക്കാൾ ഗൗരവകരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. നേരത്തെ പ്രിയപ്പെട്ട മകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇടത്തു നിന്ന് ആദരണീയയായ മകൾ എന്ന പദവിയിലേക്കുള്ള മാറ്റം കേവലം യാദൃച്ഛികമല്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണ കൊറിയൻ നിയമസഭാംഗങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഉത്തര കൊറിയയുടെ പ്രധാന നയ രൂപീകരണങ്ങളിൽ പോലും ഇപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയുടെ അഭിപ്രായങ്ങൾ ആരായാൻ തുടങ്ങിയിട്ടുണ്ട്. ഫീൽഡ് ഇൻസ്പെക്ഷനുകൾക്കിടയിലും സൈനിക പരേഡുകളിലും സൈനികരോട് സംവദിക്കാനും നിർദ്ദേശം നൽകാനും ജു ആയിക്ക് ഇപ്പോൾ അധികാരം ലഭിക്കുന്നുണ്ട്. ഇതൊരു ഭരണാധികാരിക്ക് നൽകുന്നതിന് സമാനമായ പരിഗണനയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈനീസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി കിം ജോങ് ഉന്നിനൊപ്പം ജു ആയി ബീജിംഗിലേക്ക് യാത്ര തിരിച്ചത് വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിച്ചത്. ഒരു വിദേശ പര്യടനത്തിൽ മകളെ ഒപ്പം കൂട്ടുന്നത് ഇതാദ്യമായാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പിതാവിനൊപ്പം നിലയുറപ്പിച്ചതിലൂടെ താൻ രാജ്യത്തിന്റെ ഭാവി ഭരണാധികാരിയാണെന്ന വ്യക്തമായ സന്ദേശം ആഗോള സമൂഹത്തിന് നൽകാനാണ് കിം ജോങ് ഉൻ ശ്രമിച്ചത്. ഇന്ത്യൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മേഖലയിൽ ഉത്തര കൊറിയയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് പ്യോങ്യാങ് വിശ്വസിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ഉത്തര കൊറിയൻ എംബസികളിൽ ഇപ്പോൾ കിം ജോങ് ഉന്നിനൊപ്പം ജു ആയുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സാധാരണ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജീവിതശൈലിയാണ് ജു ആയി നയിക്കുന്നത്. പൊതുപരിപാടികളിൽ എത്തുമ്പോൾ നീളമുള്ള മുടിയും അന്താരാഷ്ട്ര ഡിസൈൻ ബ്രാൻഡുകളുടെ വില കൂടിയ കോട്ടുകളും ധരിക്കുന്നത് കിം കുടുംബത്തിലെ അഭിജാത രക്തം എന്ന പദവി ഊന്നി പറയാനാണ്. സൈനിക മേധാവികൾ പോലും ഈ 13 വയസ്സുകാരിക്ക് മുന്നിൽ വണങ്ങുന്നതും ആചാരപരമായ ബഹുമാനം നൽകുന്നതും ഉത്തര കൊറിയയിൽ പുതിയൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടതിന്റെ തെളിവാണ്. സാധാരണയായി പുരുഷാധിപത്യം കടുപ്പമുള്ള ഉത്തര കൊറിയൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ പിൻഗാമിയായി അവതരിപ്പിക്കുന്നത് വലിയൊരു പരീക്ഷണമാണ്. എന്നാൽ കിം കുടുംബത്തോടുള്ള ജനങ്ങളുടെ അന്ധമായ വിശ്വാസവും ഭയവും ഇതിന് തടസ്സമാകില്ലെന്ന് ഭരണകൂടം കരുതുന്നു. കിം ജോങ് ഉൻ ഇപ്പോൾ ആരോഗ്യവാനാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും തന്റെ അഭാവത്തിൽ അധികാരം കുടുംബത്തിൽ തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കാനാണ് അദ്ദേഹം ഇത്ര നേരത്തെ മകളെ രംഗത്തിറക്കുന്നത്. കിമ്മിന് ഒരു മകൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പൊതുവേദിയിൽ ഒരിക്കൽ പോലും അവരെ കണ്ടിട്ടില്ല. അതിനാൽ തന്നെ ജു ആയി മാത്രമാണ് നിലവിൽ ഉത്തര കൊറിയയുടെ ഏക അവകാശി. ഫെബ്രുവരി അവസാനത്തോടെ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ജു ആയിക്ക് പാർട്ടിയിൽ നിർണായകമായ ഒരു പദവി ലഭിക്കാൻ സാധ്യതയുണ്ട്. സെൻട്രൽ കമ്മിറ്റിയുടെ ഫസ്റ്റ് സെക്രട്ടറി പദവി അല്ലെങ്കിൽ അതിന് തുല്യമായ ഒന്ന് നൽകി അവളെ അധികാരത്തിന് 2ാമത്തെ കണ്ണിയാക്കി മാറ്റാനാണ് നീക്കം. വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് കേവലം പദവികൾ നൽകാനുള്ള വേദിയല്ല, മറിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ സുരക്ഷാ സാമ്പത്തിക അജണ്ടകൾ തീരുമാനിക്കുന്ന ഇടം കൂടിയാണ്. അവിടെ മകൾക്ക് നൽകുന്ന പ്രാധാന്യം ഉത്തര കൊറിയയുടെ ഭാവി സ്വരൂപത്തെ ബാധിക്കും. ആണവായുധ പരിപാടികളിലും വിദേശ നയങ്ങളിലും കിം ജു ആയി നൽകുന്ന ഇടപെടലുകൾ ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കുന്നത്.